അപ്പൊ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. കൊളോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 15. அவர் அதர்சனமான தேவனுடைய தற்சிருவும் சர்வ சிருஷ்டிக்கும் முந்தின பேருமானவர். അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അവൻ സർവശക്തനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ആ ഒരു ലിറ്ററൽ ആയിട്ടുള്ള വേർഡിന്റെ മീനിങ്ങിലേക്ക് നിങ്ങൾ പിടിക്കരുത്. പകരമായിട്ട് അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ഒരു സ്പിരിച്വൽ സെൻസിൽ, അതായത് അതിന്റെ ആ റിയൽ മീനിങ്ങിനെ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇമേജ് എന്ന വേർഡാണ് പ്രതിമ എന്ന ആ വേർഡിനോട് ഈക്വലന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇറ്റ്സ് നത്തിങ് അബൌട്ട് ഐഡൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. പ്രതിമ എന്ന് പറയുമ്പോൾ ഇവിടെ രൂപം, സാദൃശ്യം എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. ദൈവം മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 26. பின்பு தேவன் நமது சாயலாகவும் நமது ரூபத்தின்படியையும் மனுஷனை உண்டாக்குவோமாக. அவர்கள் சமுத்திரத்தின் மச்சங்களையும் ஆகாயத்து பறவைகளையும் மிருக ஜீவன்களையும் பூமி அனைத்தையும் ഭൂമി മേൽ വരും സകല പ്രാണികളും ആളക്കടവர்கள் என்றார். അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇടുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ ഇവിടെ കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ കർത്താവ് ഇങ്ങനെ ചിന്തിച്ചു, ഏത് രൂപം എങ്ങനെ ഉണ്ടാക്കാം. കർത്താവ് അവിടെ തീരുമാനിക്കുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും നാം നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് കർത്താവ് പദ്ധതി ഇട്ടപ്പോ ദൈവം മനുഷ്യന് ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യവുമാണ് കൊടുത്തത്. ഈ സാദൃശ്യവും സ്വരൂപവും ദൈവം മനുഷ്യന് കൊടുത്തിട്ട് മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2-ാം അധ്യായം 17-ാം വാക്യം, 16-ാം വാക്യവും 17-ാം വാക്യവും വായിക്കാം. தேவனாகிய கர்த்தர் மனுஷன் நோக்கி, நீ தோட்டத்திலுள்ள சகல விஷத்தின் கனியும் புசிக்கவே புசிக்கலாம், ஆனால் நன்மை தீமை அறியத்தக்க விஷத்தின் கனியை புசிக்க வேண்டாம், அதை நீ புசிக்கும் நாளில் சாகவே சாவாய் என்று கட்டளையிட்டார். യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. നിനക്ക് ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷഫലവും കഴിക്കാം, എല്ലാം കഴിക്കാം. പക്ഷേ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നീ മരിക്കും. ഓ, പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, നീ മരിക്കും. ആ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് എന്താ പറഞ്ഞേ, ഈ ആദമും ഹവ്വയും പേടിച്ചൊന്നുമില്ല, പക്ഷെ അത് കഴിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു ഗസ്റ്റ് വന്നു. 3-ാം അധ്യായം 1-ാം വാക്യം. தேவனாய கர்த்தர் உண்டாக்கின சகல காட்டு ஜீவன்களை பார்க்கும் சர்வமானது തന്ത്രമുള്ളതായി ഇരുന്നത്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അവിടെ ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് പറയുന്ന പേരിതാണ് സർപ്പം, പാമ്പ്. നമുക്ക് പാമ്പെന്ന് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ ഓർമ്മ വരും. ആ പാമ്പല്ല ഇതോട്ട്. അവിടെ വന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാം? വായിച്ചു 2-ാം വാക്യം. அது ஸ்திரீயை நோக்கி, நீங்கள் தோட்டத்தில் உள்ள சகல விருட்சத்தின் கனியை புசிக்க வேண்டாம் என்று தேவன் சொன்னது உண்டோ என்றது. ஸ்திரீ சர்ப்பத்தை பார்த்து, நாங்கள் தோட்டத்தில் உள்ள விருட்சங்களின் கனிகளை புசிக்கலாம், ஆனாலும் தோட்டத்தின் நடுவில் இருக்க விருட்சத்தின் கனியை குறித்து தேவன் நீங்கள் சாகாதபடிக்கு அதை புசிக்கவும் அதை தொடவும் வேண்டாம் என்று சொன்னார் என்றாள். അത് സ്ത്രീയോട്, തോട്ടത്തിലെ
യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ചോദിച്ച ചോദ്യത്തിനുള്ള ഈ വൃക്ഷം, ഫലം, ഇതൊക്കെ അങ്ങ് വിട്ടേരെ. ചോദ്യത്തിനകത്തൊരൊറ്റ ആശയമേ ഉള്ളൂ. ആദമേ, ഹവ്വേ, നിങ്ങളുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾ ഇവിടുത്തെ ഭയങ്കര ആളുകളാന്ന് തോന്നൽ വരുമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ? എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ? അത്രേ ഉള്ളൂ ചോദ്യത്തിന് അർത്ഥം, ഉദ്ദേശം അത്രേ ഉള്ളൂ. അപ്പൊ ഈ പിശാചിന് ഒരു കാര്യം അറിയാം. അപ്പൊ അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഉടനെ ഹവ്വ എന്ത് ചെയ്യുന്നറിയോ? ഹവ്വ ഇങ്ങനെ കുറച്ച് കാളുകളൊക്കെ ചേർത്തങ്ങ് പറഞ്ഞു കളഞ്ഞു, തുടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഉടനെ ഇവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയും? 4-ാം വാക്യം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. அப்பொழுது சர்வம் ஸ்திரீயை நோக்கி நீங்கள் சாகவே சாவதில்லை. 17-ാം വാക്യം 2:17 കർത്താവ് പറഞ്ഞു നിങ്ങൾ മരിക്കും നിശ്ചയം. 3:4 ഇവൻ പറയുക മരിക്കത്തില്ല നിശ്ചയം. അതെന്താണെന്നറിയോ? അതായത് ഇവർ രണ്ടുപേരും മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ടുപേരുടെയും വേറെയാ. ദൈവത്തിന് മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേറെ, പിശാചിന് മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേറെ. അതായത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുക. പിശാചിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ കൂട്ടാകുക. അതാണ്, അവന്റെ ആളായിട്ട് മാറി, അപ്പൊ മരിച്ചു. അപ്പൊ ഇവിടെ ഇവന് ഒരു കൂട്ടുകാരൻ വേണം. കാരണം ഈ കർത്താവിന് ധിക്കരിച്ചിറങ്ങിയ പാർട്ടിയെ ഇവനൊരു കൂട്ടിന് ആള് വേണം. ഇങ്ങനെ ഓടി നടക്കുക. അപ്പോഴാണ് ഇവരെ കണ്ടുകിട്ടുന്നത്. അപ്പൊ ഇവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. നിങ്ങൾ മരിക്കുമെന്ന് ആരാ പറഞ്ഞാൽ? നിങ്ങൾ അതൊക്കെ വിശ്വസിക്കരുത് കേട്ടോ, നിങ്ങൾ മരിക്കത്തൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് നിർത്തിയില്ല പുള്ളി, വേറെ കുറച്ച് കാര്യം കൂടെ ആഡ് ചെയ്തു. പറഞ്ഞൊരു കാര്യം ഇതാണ്, വായിക്കാം 5-ാം വാക്യം. நீங்கள் இதை புசிக்கும் நாளிலே உங்கள் கண்கள் திறக்கப்படும் என்றும் நீங்கள் நன்மை தீமை அறிந்து தேவர்களைப் போல் இருப்பீர்கள் என்றும் தேவன் அறிவார் என்றது. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ കൊടുന്ന് വായിക്കാമോ? അത് തിന്നുന്ന നാളിൽ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. അപ്പോഴ് ഈ തിന്നുന്നതിന് മുമ്പ് കണ്ണ് അടഞ്ഞാണ് വരുന്നത്. ഒന്ന് സംസാരിച്ചേപ്പാ. കണ്ണടഞ്ഞാണ് വരുന്നത്? അല്ല, ഈ മൃഗങ്ങൾക്കും പറവയ്ക്കും എല്ലാത്തിനും പേരിട്ട് ആരാ? ആദം. കാണാതാണ് പേരിട്ട്, തപ്പി നോക്കിയിട്ടാണ് പേരിട്ട്? അല്ല, എല്ലാത്തിനെയും കണ്ടിട്ട് നിറവും കളറും സൈസും ഒക്കെ അനുസരിച്ചായിരിക്കും പുള്ളി പേരിട്ട്, അല്ലേ? അതെ. ഈ ആദമിന്റെ വാരിയലെടുത്ത് സ്ത്രീ ഉണ്ടാക്കിയിട്ട് അവളെ കണ്ടപ്പോ അവൻ പറയുകയാണ്, നീ എന്റെ അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസവും, നരലിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നുണ്ട്, നാരി എന്ന് നിനക്ക് പേരാവും. അപ്പൊ ഇതൊക്കെ ആദം കണ്ടില്ലായിരുന്നോ? കർത്താവ് ഇവനോട് പറഞ്ഞല്ലോ, ഈ തോട്ടത്തിലെ സകല വൃക്ഷഫലവും തിന്നാന്ന്. അത് കയറി പറിക്കണമെങ്കിൽ കണ്ണ് കാണണ്ടേ? ഈ തോട്ടത്തിൽ വേല ചെയ്യണമെങ്കിൽ കണ്ണ് കാണണ്ടേ? നിങ്ങൾക്ക് എനിക്കൊന്നും ഞാൻ ഒച്ച വെച്ച് പ്രസംഗിക്കണമെന്നാണ് ഇഷ്ടമെന്ന് തോന്നുന്നല്ലേ? കണ്ണ് കാണണ്ടേ? ഒന്ന് പറഞ്ഞേ. കണ്ണ് കാണാതിരുന്ന ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പിശാച് പറയുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇപ്പൊ വരെ ദൈവത്തിന്റെ കണ്ണുകൊണ്ടാണ് നീ എല്ലാം കാണുന്നേ. ഇത് അനുസരണക്കേട് കാണിച്ച നിന്റെ കണ്ണ് തുറക്കും. നിന്റെ കണ്ണ് തുറക്കും. അവിടെയാണ് പ്രശ്നം. നിന്റെ കണ്ണ് തുറക്കും, നിങ്ങളുടെ കണ്ണ് തുറക്കും. ഇതുവരെയും നിങ്ങൾ ദൈവത്തിന്റെ കണ്ണുകൊണ്ടാ കാര്യത്തെ കാണുന്നത്. ഇത് വേണ്ട, ഇത് വേണം. കാരണം ദൈവം പറഞ്ഞിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് പറയുകയാണ്,
മറ്റേ ആ ബ്രദർ ഉണ്ടല്ലോ, നല്ല മനുഷ്യനാ കേട്ടോ, നല്ല മനുഷ്യനാ. ആ പുള്ളിക്കാരന് എന്താണെന്നറിയോ, അദ്ദേഹത്തിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാ, കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാ, ഭയങ്കര ശുദ്ധമാവുക. ഉടനെ നമുക്കുണ്ടല്ലോ, പിന്നെ അയാളെ കാണുമ്പോൾ നമുക്ക് എന്താ മനഭാവം? ഒരു പാവ മനുഷ്യൻ, നല്ല മനുഷ്യൻ അല്ലേ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണേ. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് പറയാ, നമ്മുടെ അടുത്ത് പറയാ, നിങ്ങൾ ആ മറ്റേ ബ്രദറിനെ അറിയാവോ? പിന്നെ അറിയാലോ, ആ നല്ല മനുഷ്യനാ. പിന്നെ നല്ല മനുഷ്യൻ. ആ പുള്ളി ആളാരാ പാർട്ടി എന്നറിയോ? അവൻ കള്ളനാ, കൊള്ളക്കാരനാ. ആള് എല്ലാ മാസവും ഇവിടെ പോവും, അവിടെ പോവും, അതുണ്ട് ഇതുണ്ട്. അതുമല്ല, കഴിഞ്ഞ ആഴ്ച നിങ്ങളെക്കുറിച്ച് എന്നാ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞെന്നറിയോ? ഇത്രയും കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ ആ വീടിന്റെ വാതിൽക്കൽ കൂടെ പോകുമ്പോ നിങ്ങളുടെ കണ്ണ് പഴയ കണ്ണ് തന്നെയാ, നിങ്ങളുടെ പഴയ ആള് തന്നെയാ. ആ പോകുന്ന ആളും ഇന്നലെ കണ്ട ആള് തന്നെയാ. പക്ഷെ ഇന്ന് നിങ്ങൾ കാണുന്ന കാഴ്ചയ്ക്കും ഇന്നലെ ബ്രദറെ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോ ആ ലോഡിനുള്ള വെയിറ്റും പിറ്റേ ദിവസം പറയുമ്പോൾ ആ ലോഡ് എന്ന് പറയുന്നതിനുള്ള ഒരു വെയിറ്റും വ്യത്യാസമാണ്. കാരണം ഒരു ഇച്ചിരി പിടുത്തം വരും. കാരണം ഈ ആള് ശരിയാണോ, കേട്ടത് ശരിയാണോ? അപ്പൊ എന്ത് പറ്റിയെന്നറിയാവോ? നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച, നിങ്ങൾ പലതിനെയും കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാഴ്ചയെ നിയന്ത്രിക്കുന്നതാണ് മനസ്സിലെ ചിന്താഗതികൾ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് മനസ്സിൽ, ആ ചിന്ത അനുസരിച്ചാണ് നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, യോശുവയും കാലേബും, വേറെ 12 പേര്, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, അവരുടെ പറയാതിരിക്കുന്ന നല്ലത്. ഈ 12 പേരും കൂടെ പോയിട്ട് ഈ ദേശമെല്ലാം കൂടെ കണ്ടു കേട്ടോ. കണ്ടിട്ട് വന്ന് പറഞ്ഞ എന്നാ പറയും, അയ്യോ അവിടെ പോയിന്ന് കാണേണ്ട കാര്യമാണ്. അവിടെ പേരയ്ക്കാ മരത്തിലേക്ക് നോക്കിയ ഒരു പേരയ്ക്കാക്ക് ഒരു തേങ്ങാടെ വലിപ്പമാണ്. ഭയങ്കര നല്ല. അവിടെ മുന്തിരിയൊക്കെ എന്ന് പറഞ്ഞാണല്ലോ, ഒരു മുന്തിരിക്കൊല എന്നൊക്കെ പറഞ്ഞ 2 പേര് വലിച്ച് കെട്ടിപ്പിടിച്ച് തോളി തൂക്കിക്കൊണ്ടുപോവാ. ഭയങ്കര റിച്ചാ. പക്ഷെ ഞങ്ങൾ ഈ മുന്തിരിത്തോട്ടം എല്ലാം കൂടെ നോക്കിയിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോ 2 ചേട്ടന്മാരെ കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു പേടിയ. ഓരോരുത്തരും കയ്യിൽ നോക്കിയപ്പോ വലത്തേക്കയിൽ 6 വിരൽ, ഇടത്തേക്കയിൽ 6 വിരൽ, കാലിലും അതിന് കാൽവിരലുകളുടെ എണ്ണം കൂടുതൽ, സൈസ് വലുത്. ഇവന്റെയൊക്കെ അടുത്ത് പോയി ജയിച്ച് ഈ നാട് പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോഴ് ഇവരിതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈ മോശയുടെ കൂടെയാണ് ഈ കാലേബ് നടക്കുന്നത്. ഈ മോശയ്ക്ക് ഒരു പ്രത്യേക ഈ യോശുവയുടെ കൂടെയാണ് കാലേബ് നടക്കുന്നത്. യോശുവയും കാലേബുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സാ. ഈ യോശുവയുടെ പ്രശ്നം എന്നറിയോ? ഈ മോശ എന്ത് പറഞ്ഞാലും എടുത്തിയാടുന്ന പാർട്ടിയായിരുന്നു. വെട്ടണം എന്ന് പറഞ്ഞാൽ വെട്ടും. 3000 പേരെ വെട്ടാൻ പറഞ്ഞാൽ ആദ്യം ചാടി വന്ന ആളാണ് യോശുവ. അപ്പൊ എന്ത് പണി ഈ മോശയുടെ കൂടെ നടന്ന് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയവനാണ് യോശുവ. ഈ യോശുവയുടെ കൂടെ നടന്നെന്ന് കാലേബിന്റെ കാഴ്ചപ്പാട് മാറി. അതുകൊണ്ട് ഇവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, മറ്റുള്ളവരെല്ലാം അനാക്യമല്ലന്മാരെ നോക്കിയപ്പോ ഹല്ലേലൂയ, ഇവരെന്താ കണ്ടെന്നറിയാമോ? ഹല്ലേലൂയ, അനാക്യമല്ലന്മാരെ ആമേൻ തോൽപ്പിക്കാനായിട്ട് നമുക്ക് ബലം തരുന്ന ഒരു ദൈവം, നമ്മളോട് വാക്തത്വം ചെയ്തൊരു ദൈവത്തെ, ആ ദൈവത്തെ അവർ കാണാൻ തുടങ്ങി. അപ്പോഴ് ഇവിടെ പറയുന്ന കാര്യം എന്നറിയാം, ആദമിനോട് പിശാചി പറഞ്ഞ കഥ എന്നറിയാം, ഈ പഴം തിന്നുന്ന നാളിൽ നിന്റെ കണ്ണ് തുറക്കും. അപ്പൊ അവിടെ ആരുടെ കണ്ണ് തുറക്കും? നിങ്ങളുടെ കണ്ണ് തുറക്കും. ആ മതിയല്ലോ. നമ്മുടെ കണ്ണൊരു വല്ലാത്ത കണ്ണ് അല്ലേ? എന്തേലും കണ്ടിട്ട് നമ്മൾ നല്ലത് പറയൂ? നമുക്ക് എല്ലാ നല്ല കാര്യം പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നാലും എന്നൊന്ന് പറഞ്ഞു ചേർത്തില്ലെങ്കിൽ ഒരു വലിയ പ്രയാസമാണ് അല്ലേ?
അല്ലേ? അങ്ങനെ അല്ലല്ല, ചിലർ പറയുന്നു ഞങ്ങൾ അങ്ങനല്ല അച്ഛാ, ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കണ്ണാടിയുണ്ട്, അതിൽ കൂടെ ഞങ്ങൾ കാണുന്നതെല്ലാം നല്ലത് മാത്രമേ കാണത്തുള്ളൂ, നല്ല കാര്യം അങ്ങനെ കാണാവുള്ളൂ കേട്ടോ. അപ്പോഴിവിടെ ആദമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിനകത്ത് അവരെ തെറ്റിച്ചത് എങ്ങനെയാണെന്നറിയോ? അവരോട് പറഞ്ഞു, ഈ പഴം തിന്നുന്ന അന്ന് നിനക്ക് നിന്റേതായ ഒരു കാഴ്ചപ്പാട് ലഭിക്കും, നിനക്ക് നിന്റെ ലെവലിൽ ജീവിക്കാം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, ക്രിസ്തുവിലായ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണരുത്, ക്രിസ്തുവിന്റെ കണ്ണുകൊണ്ട് കാണണം. യേശു പറയുകയാണ്, യായിറോസിന് കുഞ്ഞ് മരിച്ചു കിടക്കുക, യേശു വന്നിട്ട് പറയുക ഉറങ്ങുക. 5000 പുരുഷാരും 5 അപ്പവും കയ്യിലുണ്ട്, കർത്താവ് പറയും എല്ലാവരോടും ഇരിക്കാൻ പറയും. ഈ കർത്താവിന്റെ കണ്ണിന്റെ കാഴ്ചപ്പാടുണ്ടല്ലോ, ദാറ്റ് ഈസ് വളരെ ഡിഫറെന്റ് ആണ്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ കണ്ണുകൊണ്ട് കാര്യങ്ങളെ കാണുന്നതിന് പകരം കർത്താവിന്റെ കണ്ണുകൊണ്ട് കാര്യങ്ങളെ കാണണം. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതി കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരാളെ കാണുമ്പോ ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം അങ്ങനെ മതത്തിൽ കാണാതെ, സഭയുടെ വ്യത്യാസത്തിൽ കൂടെ കാണാതെ, ഒരൊറ്റ കാഴ്ചപ്പാടി കാണണം. യേശു ക്രിസ്തു ഈ വ്യക്തിക്ക് വേണ്ടിയും കൂടെ വില കൊടുത്തതാ. ഈ വ്യക്തിയെ യേശു സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹവാചനമാണ് ഈ വ്യക്തി, അതുകൊണ്ട് ഞാനും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ഫ്രീ. ഞാൻ പറയാം, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോസ്പൽ എന്താണെന്നറിയോ? നിങ്ങളുടെ പറച്ചിലല്ല, നിങ്ങളുടെ സ്നേഹം. ആമേൻ. അപ്പൊ അവിടെ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവർ, നമ്മുടെ കാഴ്ചപ്പാട് മാറണം, കണ്ണ് മാറണം. നമ്മൾ വേറൊരാളെ കാണുമ്പോൾ ക്രിസ്തു കാണുന്നത് പോലെ കാണണം. നമ്മുടെ വിഷയങ്ങളെയും ക്രിസ്തു കാണുന്ന പോലെ കാണണം. ചുമ്മാ എരച്ചു നിൽക്കുന്ന കടലിനോട് പറയാ അവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോ കടൽ അവിടെ ഇരുന്നേ. അത്തിയോട് ഇനി മേലിൽ നിന്ന് ഫലം കായ, അതങ്ങ് കരിഞ്ഞുപോയി. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ കർത്താവ് കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാൻ തുടങ്ങി, എന്തൊരു അത്ഭുതമായിരിക്കും ജീവിതം. നിങ്ങൾ കർത്താവിന്റെ കണ്ണുകൊണ്ട് കാര്യങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, ഈ രോഗം ദോഷമായി തീരത്തില്ല, ഈ പ്രയാസം എനിക്ക് അനർത്ഥം വരുത്തത്തില്ല, ഈ വ്യക്തി എനിക്ക് പ്രതികൂലമാകത്തില്ല, ഈ സാഹചര്യം എനിക്ക് അനുഗ്രഹമായി തീരും, ഈ പ്രതിസന്ധികൾ എനിക്ക് അനുഗ്രഹമായി തീരും, ഇതൊന്നും എന്നെ തകർക്കാൻ കപ്പാസിറ്റി ഉള്ളതല്ല, ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, യേശുവിന്റെ നാമം എന്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്, ഞാൻ അനുഗ്രഹമാണ്, ഞാൻ അനുഗ്രഹമാണ്, ഞാൻ അനുഗ്രഹമാണ്, ഞാൻ അനുഗ്രഹമാണ്, ഞാൻ അനുഗ്രഹമാണ്, ഞാൻ അനുഗ്രഹമാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ കണ്ണുകൊണ്ട് കണ്ടേ. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് അതാ പ്രശ്നം. അപ്പോ എവിടെയാണ് ഈ കാഴ്ചയാണോ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയാണോ പ്രശ്നം? ഇപ്പൊ നമ്മൾ എന്താ കേട്ടത്? കാഴ്ചയല്ല പ്രശ്നം, നിങ്ങളുടെ ചിന്തയാണ് പ്രശ്നം. നിങ്ങളുടെ കാഴ്ചയല്ല പ്രശ്നം, നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് കാണുമ്പോ നിങ്ങളുടെ ചിന്ത പോലെ കാര്യങ്ങളെ കാണുന്നേ. അപ്പൊ നിങ്ങൾ കാര്യങ്ങളെ കാണണമെങ്കിൽ നിങ്ങളകത്തൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? നിങ്ങൾ ആരെ പോലെ കാര്യങ്ങളെ കാണണം? ക്രിസ്തുവിനെ പോലെ കാര്യങ്ങളെ കാണണം, ക്രിസ്തുവിനെ പോലെ കാര്യങ്ങളെ കാണണം, ക്രിസ്തുവിനെ പോലെ കാര്യങ്ങളെ കാണണം. പ്രൈസ് ഗോഡ്. അപ്പോഴേ മരണം എന്താണ്? മരണം എന്താന്ന് മനസ്സിലാക്കണേ. ഇപ്പൊ മനസ്സിലാക്കിയില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചിന്തയാണ്. നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുക, അയാൾ മോശക്കാരനാണ്, പിന്നെ നമ്മൾ അയാളെ കാണുമ്പോൾ മോശക്കാരനായിട്ട്, നല്ലവനാന്ന് ചിന്തിച്ച് ആ വ്യക്തിയെ കാണുമ്പോൾ നല്ലവനായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വായിച്ചു നോക്കിക്കേ, റോമാലേഖനം 8:6 റോമൻസ് 8:6. ஆகையால் கிறிஸ்துவுடன் கூட நாம் மரித்தோமானால் அவரோடு கூட பிழைத்தும் இருப்போம் என்று நம்புகிறோம்.
വെരി സോറി, 8:6. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. മാംസചിന്തയും മരണം, ആവിயின் ചിന്തയോ ജീവനും സമാധാനമാം. അപ്പൊ ഈ മരണം, ജീവൻ, ഇത് രണ്ടും എന്താണ്? നിങ്ങൾ ജഡപ്രകാരം കാര്യങ്ങളെ ചിന്തിക്കുന്നതിന്റെ പേരാണ് മരണം. എന്നാൽ ആത്മാവിൽ കാര്യങ്ങളെ കാണുന്നതിന്റെ പേരാണ് എന്ത്? ജീവൻ. ആമേൻ. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ ജഡപ്രകാരം കാര്യങ്ങളെ കാണുന്നതിന്റെ പേരാണ് ഡെത്ത്. ആത്മപ്രകാരം കാര്യങ്ങളെ കാണുന്നതിന്റെ പേരാണ് ജീവൻ. അപ്പൊ നിങ്ങളിൽ ജീവൻ ഉണ്ടാകണം, എന്ത് ചെയ്യണം? ആത്മാവിൽ ചിന്തിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആദമിനും ഹവ്വയും എന്താ സംഭവിച്ചത്? ആത്മാവിൽ ചിന്തിച്ചുകൊണ്ടിരുന്നവര് ജഡത്തിൽ ചിന്തിച്ചു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ വാക്ക്. അതായത് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിന്റെ ചിന്ത ജീവൻ. ആത്മാവിൽ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ജഡപ്രകാരം ചിന്തിക്കാൻ തുടങ്ങിയ ആദാം, അതിന്റെ പേരാണ് മരണം. അവിടെയാണ് പിശാച് പറഞ്ഞത് സത്യമായത്. ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും. കാരണം ഇതുവരെ നിങ്ങൾ എല്ലാം കണ്ടത് എങ്ങനെയാ? ദൈവത്തിന്റെ കണ്ണുകൊണ്ടാ. രോഗം വന്നപ്പോ പറയാ കർത്താവ് സൗഖ്യമാക്കിയതാന്നേ. ശാപം വന്ന പറയാ എന്റെ മേൽ ശാപം ഏൽക്കത്തില്ല, കർത്താവ് എന്നെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് വിലക്ക് വാങ്ങിച്ചത്. അപ്പോ ശാപം വന്നപ്പോ പറയാൻ എന്റെ മേൽ ശാപം ഏൽക്കത്തില്ല. ദാരിദ്ര്യം വന്നപ്പോ പറയാ ദാരിദ്ര്യം എന്റെ മേൽ ഏൽക്കത്തില്ല. അപ്പോഴും ഇവിടെ എന്നെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയാമോ? കർത്താവിന്റെ ചിന്ത, ദൈവചിന്ത, ആത്മാവിലെ ചിന്ത വിട്ടേച്ച് ജഡപ്രകാരം കാര്യങ്ങളെ കാണാൻ തുടങ്ങി. അതായത് എന്താണ് പ്രശ്നം? പ്രശ്നത്തിന് എന്തോ കാരണമുണ്ട്. ആ പ്രതികൂലങ്ങൾക്ക് എന്തോ കാരണമുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളെ കർത്താവ് കാണുന്നത് പോലെ കാണേണ്ടതിന് പകരം ജഡപ്രകാരം കാണുന്നതിന്റെ പേരാണ് മരണം. ആത്മാവിൽ കാര്യങ്ങളെ കാണുന്നതിന് പകരം ജഡപ്രകാരം കാര്യങ്ങളെ കാണുന്നതിന്റെ പേരാണ് മരണം. അപ്പൊ ഈ ജീവൻ ആർക്കാണുള്ളത്? നിങ്ങളെ വചനത്തെ ഓർക്കണേ. റോമർ 8:14 പറയുകയാണ്, ആത്മാവിൽ നടത്തപ്പെടുന്ന ഏവന് ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവിൽ നടത്തപ്പെടുന്ന ഏവന് ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാകണം? അപ്പോൾ എന്താ സംഭവിക്കുക? മരണമെന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു പ്രക്രിയയല്ല, നിങ്ങളുടെ ചിന്താഗതിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തയാണ് നിങ്ങളുടെ മരണത്തെയും ജീവനെയും നിശ്ചയിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചിന്തിക്കണം? കണ്ണ് തുറന്നു. ആരുടെ കണ്ണ്? നിങ്ങളുടെ കണ്ണ്. എനിക്ക് ആ കണ്ണ് കൊണ്ട് കാര്യം കാണണ്ട, എനിക്ക് കർത്താവിന്റെ കണ്ണുകൊണ്ട് കാര്യം കണ്ടാൽ മതി. ഓക്കെ, വീണ്ടും വായിക്കാം അടുത്ത വാക്യം, അതിന്റെ അടുത്ത ഭാഗം. അതായത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. 3-ാം അധ്യായം 5-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 3:5. நீங்கள் இதை புசிக்கும் நாளிலே உங்கள் கண்கள் திறக்கப்படும் என்றும் நீங்கள் நன்மை தீமை அறிந்து தேவர்களைப் போல் இருப்பீர்கள் என்றும் தேவன் அறிவார் என்றது. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നമ്മൾ ദൈവത്തെ പോലെയാണോ? ദൈവത്തെ പോലെയാണോ? ആലോചിച്ചിട്ടാണ് ഇങ്ങനെ യെസ് പറയണോ വേണ്ടയോ? ആണോ? ഉൽപ്പത്തി പുസ്തകം 1:26 എന്താ പറയുന്നത്? നാം ദൈവത്തിന്റെ സാദൃശ്യപ്രകാരവും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാ. നാം ദൈവത്തെ പോലെയാണോ? അതെ, ദൈവത്തെ പോലെയാണ്. ദൈവത്തെ പോലെയാണ്, ദൈവമല്ല, ദൈവത്തെ പോലെ. ദൈവത്തെ പോലെ, ദൈവമല്ല, ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഇതെന്റെ ഫോണാണ്. ഈ ഫോൺ കണ്ടിട്ട് ഒരാൾ പറയുകയാണ്, ഇത് ആ AC-യുടെ റിമോട്ട് പോലെ ഉണ്ടല്ലോ, റിമോട്ട് പോലെ. അപ്പോഴ്
ഈ ഫോണിനെ റിമോട്ട് പോലെ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാവും? റിമോട്ട് എന്ന് പറയുന്ന, റിമോട്ട് കൺട്രോളർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഫോണിനെ അതിനോട് കമ്പയർ ചെയ്തത്. അല്ലേ? ആണോ? അതെ. പക്ഷേ ഞാൻ പറയുകയാണ്, ഇത് മറ്റ് ബ്രദറിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ പോലത്തെ ഫോണാണിത്. അതേപോലത്തെ ഫോണാണ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, അതിന് ഈക്വൽ. അപ്പൊ ചിന്തിച്ചു നോക്കണം. ഒന്ന് ഒന്നിന് ഈക്വൽ, രണ്ട് ഒന്ന് ഒന്നിനെ പോലെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ലൈക്ക് ഗോഡ്, ലൈക്ക് ഗോഡ്. പക്ഷെ പിശാച് ആദമിനോട് പറഞ്ഞു, ഇഫ് യു ഈറ്റ് ദ ഫ്രൂട്ട് യു ബിക്കം ആസ് ഗോഡ്. ഇത് രണ്ടിനെന്താ? ആസ് ഗോഡ്, ലൈക്ക് ഗോഡ് എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ പോലെയാകും. എങ്ങനെയാ? ദൈവം അവിടെ ഉണ്ട്. ദൈവത്തിനകത്ത് മറഞ്ഞിരിക്കുന്നിടത്തോളം ദൈവത്തിന്റെ അധികാരത്തോടും ദൈവത്തിന്റെ സ്നേഹത്തോടും ദൈവത്തിന്റെ കൃപയോടും നിനക്ക് ലോകത്ത് ചലിക്കാം. നീ പറഞ്ഞാൽ ദൈവത്തിന്റെ അധികാരത്തിലാണ് നീ പറയുന്നത്, അത്ഭുതം നടന്നിരിക്കും. ദൈവത്തിന്റെ മറവിലാണ് നിൽക്കുന്നത്, നീ പറഞ്ഞ രോഗം സൗഖ്യമാകും. ദൈവത്തിന്റെ മറവിലാണ് ഇരിക്കുന്നത്, ശാപം നിന്റെ മേൽ വാഴത്തില്ല. ദൈവത്തിന്റെ മറവിലാണ് ഇരിക്കുന്നത്, പ്രതിസന്ധി നിന്നെ തൊട്ടത്തില്ല. അപ്പൊ എന്താണെന്നറിയാമോ? അല്ലെ, ദൈവം എന്ന് പറയുന്ന റിയാലിറ്റി ഉണ്ട്. അവനെ പോലെ, അവനോട് ചേർന്നിരിക്കുന്നുണ്ട്. അവനെ പോലെ ഞാൻ വാഴുക. എന്നാ അതേ സമയത്ത് ഞാൻ പറയാ, ആ ദൈവമോ, ആ ദൈവത്തോട് പണി നോക്കാൻ പറ. ആ ദൈവം വലിയ ദൈവമാണ്, ഞാനൊരു ദൈവമാ, ഞാനും ഒരു ദൈവമാ. ഇത് വ്യത്യാസമുള്ള പ്രശ്നമാട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഗോഡ് ക്രിയേറ്റ് വിത്ത് ലൈക്ക് ഗോഡ്, നമ്മളെ എങ്ങനെ ലൈക്ക് ഗോഡ്. പക്ഷെ പിശാച് പറഞ്ഞു നീ ലൈക്കായിട്ടിരുന്നിട്ട് എന്താ കാര്യം? നീ ദൈവത്തെ പോലെയൊക്കെ ശരിയാ, പക്ഷെ ദൈവം പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം നിനക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ദൈവത്തിന്റെ ഒരു കൽപ്പനയെ ഭേദിക്കാനുള്ള കപ്പാസിറ്റി നിനക്കുണ്ടോ? ഇല്ലല്ലോ. അതാ നിന്റെ കുഴപ്പം. പക്ഷേ നീ പാപം ചെയ്ത നിനക്ക് ആ ദൈവത്തെ പോലെ തന്നെ വേറൊരു ദൈവമാകാം. അപ്പൊ അതാണ് ആസ് ഗോഡ്, ലൈക്ക് ഗോഡ്. രണ്ടാ. അപ്പൊ ഇവിടെ പിശാച് കൊണ്ടുവന്നിട്ട് വിത്ത് എന്നാന്നറിയാവോ? ഈ പഴം തിന്നുന്ന നാളിൽ നീ ദൈവത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്താകും. നീ പറയുന്നിടത്ത് കാര്യം നിൽക്കുന്നത് പോലെ നീ അവകാശിയായിട്ട് മാറും. ദൈവത്തിന്റെ ഒരു കാര്യത്തിന് നീ പുറകെ നടക്കണം. ദൈവത്തിന്റെ ആലോചനയില്ലാതെ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ കാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് കായീൻ ഒരു കുറ്റബോധമില്ലാതെ ഹാബേലിനെ ഒറ്റയടിക്ക് കൊന്ന. കാരണം അവൻ ദൈവമായി. മുമ്പാണെങ്കിൽ ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യം ചെയ്യുന്ന, ദൈവാലോചനയിൽ കാര്യം ചെയ്യുന്നവനായിരുന്ന ആദാമ്യ തലമുറ ഇപ്പൊ എങ്ങനെ മാറി? അവര് വെക്കുന്നത് അവരുടെ നിയമം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ആദാമ്യ തലമുറ വഴിമാറി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ഒരു വലിയ കാര്യം പറയാം. ഹല്ലേലൂയ. ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്ന് ദൈവത്തെ പോലെയാവുക. ആമേൻ. അത് അനുഗ്രഹമാണ്. എന്നാൽ ദൈവത്തെ വിട്ടുവേർപെട്ട് ദൈവത്തെ പോലെയാകുമ്പോൾ അത് ജീവനിലേക്കുള്ള യാത്രയല്ല, അത് തകർച്ചയിലേക്കുള്ള യാത്രയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിന്ന് നിങ്ങൾ ദൈവത്തെ പോലെയാകാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. എല്ലാ സാഹചര്യങ്ങളും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ എവിടെയാണോ നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറി ദൈവത്തെ പോലെയാകാൻ ശ്രമിക്കുന്നത്, അവിടെയൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? നന്മ ആഗ്രഹിക്കുന്നുണ്ടോ? അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തോട് ചേർന്നിരിക്കുക. അതുകൊണ്ടാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ആമേൻ പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 4-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം. இனி நிலைத்திருங்கள், நானும் உங்களில் நிலைத்திருப்பேன். கொடியானது திராட்சை செடி நிலைத்திராவிட்டால் அது தானாய் கனி கொடுக்க மாட்டாதது போல நீங்களும் எனில் நிலைத்திராவிட்டால் கனி கொடுக்க மாட்டீர்கள். എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അടുത്ത വാക്യം കൂടെ വായിച്ചു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും.
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ പിശാച് അവരുടെ അകത്ത് കൊണ്ടിട്ട് ഐഡിയ എന്നാണെന്നറിയോ? അപ്പൊ അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായേ. ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെയല്ല ഇവരെ സൃഷ്ടിച്ചിരുന്നേ. അവർക്ക് അറിയത്തില്ലാത്ത കാര്യമൊന്നുമല്ല, ഇവർ ദൈവത്തെ പോലെയാ. കാരണം എന്നറിയോ, ഈ ആദാം ഈ ഹവ്വയെ കണ്ട ഉടനെ പറഞ്ഞില്ല, ഇത് എന്റെ രൂപം, എന്റെ തനി രൂപമാണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവന്റെ രൂപം എന്താന്ന് ഇവൻ അറിയത്തില്ലേ? ഇവൻ അറിയാം. അപ്പൊ പിശാച് കൊടുത്ത ഐഡിയ എന്നാ, നീ ലൈക്ക് ഗോഡ് ആയിട്ട് ഇരിക്കുന്നതിലും ബന്ധം നീ ആസ് ഗോഡ് ആയിട്ട് മാറും, നീ ഒരു സെപ്പറേറ്റ് ഗോഡാകും. ഇന്ന് പിശാച് ചില കുഞ്ഞുങ്ങളുടെ ചെവി വന്ന് പറയുന്ന ഒരു കാര്യം ഏതാ, നീ എന്തിനാ അപ്പന് കീഴ്പ്പെട്ടിരിക്കുന്നു? നീ അപ്പനാകുന്നേ. നീ എന്തിനാ ഇന്നിന്റെ കാര്യത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു? നീ നിന്റെ വഴിക്ക് പോകും. നിനക്ക് 18 വയസ്സായില്ലേ? എങ്ങനെയുണ്ട് ഇത്? നമ്മുടെ എല്ലാവരുടെയും കേട്ടോ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് പിശാച് വന്നിട്ട് പറയും, നീ എന്തിനാ, പിശാചല്ല ഈ ചുറ്റി നിൽക്കുന്ന മനുഷ്യരെല്ലാം വന്ന് പറയും, അങ്ങനൊന്നും അടിമ പോലെ പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ എന്നോട് ഇങ്ങനെ പറയണം. പലപ്പോഴും നമ്മുടെ എൻറ്റിറ്റി, നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട് പിശാച് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മൾ പറയണമില്ല, ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് പ്രകാശിക്കുന്നവനാണ്. ആമേൻ. ആ വാക്യം തീർന്നില്ല കേട്ടോ, സമയം പോയി. ആ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. ഞാനില്ലേ പറയാം. നിങ്ങൾ നന്മതിന്മകളെ കുറിച്ച് അറിയും. 3 കാര്യമാണ് പറയുന്നത്. 1, നിങ്ങളുടെ കണ്ണു തുറക്കും. 2, നിങ്ങൾ നന്മതിന്മകളെ കുറിച്ച് അറിഞ്ഞ് ദൈവത്തെ പോലെയാവും. അപ്പോ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ തിരിച്ചൊന്ന് പറയട്ടെ. നിങ്ങൾ അറിയുന്നതായിരിക്കും നിങ്ങളുടെ നന്മ, നിങ്ങൾ അറിയുന്നതായിരിക്കും നിങ്ങളുടെ തിന്മ. ദൈവം അറിയുന്നതല്ല, ദൈവം പറയുന്നതല്ല. നിങ്ങളുടെ അറിവിനനുസരിച്ച് നിങ്ങൾക്ക് ആക്ട് ചെയ്യാം. നിങ്ങളുടെ അറിവിനനുസരിച്ച് നിങ്ങൾക്ക് ആക്ട് ചെയ്യാം. പക്ഷേ ഈ അറിവ് പിശാച് കൊണ്ട് ചിന്തിച്ചു നോക്കിക്കേ. പിശാച് അറിവിലേക്ക് ജനത്തെ നടത്തിയത് എന്തിനാണെന്നറിയോ? അറിവിലേക്ക് ഇവരെ നടത്തിയത് വീഴിക്കാനായിട്ടാണ്. പക്ഷെ ദൈവം ചെയ്ത കാര്യം എന്താണെന്നറിയോ? ആമേൻ. വായിക്കാം. അവിടെയാണ് 1 കൊരിന്ത്യർ ലേഖനം 3:16. 1 Corinthians chapter 3 verse 16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? நீங்கள் தேவனுடைய ஆலயமா இருக்கிறீர்கள் என்றும் தேவனுடைய ஆவி உங்களில் வாசமா இருக்கிறார் என்றும் அறியாதிருக்கிறீர்களா? യോഹന്നാൻ 8-ാം അധ്യായം 32-ാം വാക്യം. John chapter 8 verse 32. John 8:32. சத்தியத்தையும் அறிவீர்கள், சத்தியம் உங்களை விடுதலையாக்கும் என்றார். നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ പിശാച് സത്യത്തിന്റെ അറിവ് അവരുടെ ഉള്ളിലേക്ക് ഇട്ടത് തകർക്കാനായിട്ടാ. എന്ന് പറഞ്ഞാൽ സത്യതല്ല, നോണ കേട്ടോ, സത്യമല്ല നോണ. പക്ഷേ കർത്താവ് അറിയുക, അതേ അറിവ് നിങ്ങൾക്ക് വന്നാൽ അറിവ് നിങ്ങളെ സ്വതന്ത്രരാക്കും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് സൗഖ്യം കിട്ടാനായിട്ട് നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ നിലവിളിക്കേണ്ട, നിങ്ങൾ കരയേണ്ട, നിങ്ങൾ യാഗം അർപ്പിക്കേണ്ട, സ്തോത്രയാഴ്ച ഇടേണ്ട. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമായിരിക്കുന്നു എന്ന് അറിയുക. ആമേൻ. ഞാനിതിനെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സത്യത്തെ അറിയുക, തെറ്റിനെ അവഗണിക്കുക. സത്യത്തെ അറിയുക, നോണയെ അവഗണിക്കുക. രോഗം, ശാപം, ദാരിദ്ര്യം, പ്രതികൂലം, പ്രതിസന്ധി നിന്റെ അകത്ത് നിരാശയുടെ കടുങ്കട്ട് പിശാചിട്ട് വെച്ചിരിക്കുമോ? ഇന്ന് രാത്രി പറയാൻ സാധിക്കണം, യേശുവിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ മരത്തിൽ തൂങ്ങി മരിച്ചതുകൊണ്ട് ഐ ആം എ ബ്ലെസ്ഡ് വൺ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. യേശു ഹല്ലേലൂയ ദരിദ്രനായി തീർന്നത് കൊണ്ട് ഞാൻ സമൃദ്ധിയിലാണ്. ഐ ആം റിച്ച്. യേശു എനിക്ക് വേണ്ടി പാപമായി തീർന്നുകൊണ്ട് ഐ ആം റൈച്ചസ്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ സെക്കൻഡിൽ ഈ ബോധ്യം നമ്മുടെ അകത്ത് കയറിയിട്ട് പ്രതിസന്ധികളെ ചവിട്ടിക്കളയുന്നവരായി, പ്രതിസന്ധികളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നവരായി, വെല്ലുവിളികളെ തകർക്കുന്നവരായി തീരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ വീണ്ടും പറയാം, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളും ഞാനും, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുന്ന ആ മൂന്ന് കാര്യത്തിൽ നിന്ന് ഇങ്ങനെ പറയാം, ആമേൻ. നിങ്ങളുടെ കണ്ണ് തുറക്കും. എന്ത് കണ്ണാന്നറിയാമോ? ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കും. എന്താണെന്നറിയാമോ? ദൈവം ഒരുക്കിയതിനെ കാണാനുള്ള കണ്ണ് തുറക്കും. ദൈവം ഒരുക്കിയതിനെ കാണാനുള്ള കണ്ണ് തുറക്കും. ദൈവത്തിന്റെ ഹല്ലേലൂയ പുനരുത്ഥാനത്തിന്റെ ശക്തി കാണാൻ കണ്ണ് തുറക്കും. ദൈവത്തിന്റെ സൗഖ്യത്തെ കാണാൻ കണ്ണ് തുറക്കും. ശാപത്തിൽ നിന്ന് മാറി അനുഗ്രഹത്തെ കാണാൻ കണ്ണ് തുറക്കും. നീ ദൈവത്തെ പോലെയാകും. എപ്പോഴാണെന്നറിയാം? അവനോട് കൂടെ നിന്നുകൊണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ആ വാക്യം വായിക്കാതെ പോയത് സമയമില്ലാത്തതുകൊണ്ട്, യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാതി അതാ, അവൻ ശബത്ത് ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം തന്റെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കിയതുകൊണ്ടും അവനെ കൊല്ലാനായിട്ട് നോക്കിയെന്ന വചനം പറയുന്നത്. നിങ്ങൾ ആമേൻ യേശുവിനോട്, പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ പോലെ, ദൈവത്തോടുള്ള കൂട്ടായ്മ നിങ്ങൾ നിൽക്കുമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നിടത്ത് കാര്യം വരും. നിങ്ങളൊരു അനുഗ്രഹമായി തീരും. നിങ്ങളെ ആർക്കും നശിപ്പിച്ച് കളയാൻ, തകർത്ത് കളയാൻ സാധ്യമല്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ രാത്രിക്കായി സ്വത്തം ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിന് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ സകല പ്രതിസന്ധികളെയും ഹല്ലേലൂയ തകർത്ത് കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുന്നോട്ട് കുതിരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞങ്ങളിൽ വാഴുന്ന, ഞങ്ങളിൽ വസിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അനുഗ്രഹത്തില്, വർധനവില്, ദൈവസാന്നിധ്യത്തിൽ വർദ്ധിച്ചു വരുവാൻ, വളരുവാൻ, ഫലം കായ്പാൻ, പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. എല്ലാ പ്രതിസന്ധികളെയും പിശാച് കൊണ്ടുവന്നിട്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവ് പ്ലാനിനെ വി ബ്രേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.